നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എങ്ങനെയായിരുന്നുവെന്ന്? കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ അലയൊലികൾ അടങ്ങും മുമ്പ് നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റിൻ്റെ വിശേഷങ്ങളൊന്ന് അറിഞ്ഞു വന്നാലോ? ഇന്ത്യയുടെ ആദ്യ ബജറ്റിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് 2 ആദ്യ ബജറ്റുകളുണ്ട്. നെറ്റ് ചുളിക്കാൻ വരട്ടെ, ഞാൻ പറയുന്നത് 1947 കാര്യമാണ്. സംഗതി സത്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റും. നമുക്ക് ഈ 2 ബജറ്റുകളിലേക്കും ഒന്ന് കണ്ണോടിച്ചു വരാം. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 1860 ഫെബ്രുവരി 18-നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അന്ന് വൈസ്രോയുടെ ഇന്ത്യൻ ധനകാര്യ കൗൺസിലിലെ അംഗമായിരുന്ന ജെയിംസ് വിൽസനാണ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. അന്ന് പക്ഷേ ബജറ്റ് എന്ന വാക്കായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. ബജറ്റ് എന്നതിന് പകരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഈ നടപടിയെ വിളിച്ചിരുന്നത്. ഭരണകൂടത്തിൻ്റെ വരുമാനവും ചെലവും വിശദീകരിക്കുക മാത്രമായിരുന്നു അതിൻ്റെ ആകെയുള്ള ലക്ഷ്യം. ചെറിയ ലക്ഷ്യമേ അന്നത്തെ ബജറ്റിന് ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അവതരിപ്പിച്ചയാൾ ഒരു വലിയ പുള്ളിയായിരുന്നു. വൈസ്രോയുടെ ധനകാര്യ കൗൺസിൽ അംഗം എന്ന ഒറ്റവാക്കിൽ ഒതുക്കേണ്ടയാളല്ല ജെയിംസ് വിൽസൺ. അദ്ദേഹം ഒരു സ്കോട്ടിഷ് വ്യവസായിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ലിബറൽ രാഷ്ട്രീയക്കാരനുമായിരുന്നു. ദി ഇക്കണോമിസ്റ്റും സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കും സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ഇന്ത്യയിലെ വരവ് ചെലവ് കണക്കുകൾ ബ്രിട്ടീഷ് സിംഹാസനത്തെ അറിയിക്കാനുള്ള അംഗീകാരം എന്നതിനപ്പുറം ആദ്യ ബജറ്റിന് കാര്യമായ സ്വാധീനമൊന്നും ജനങ്ങളിൽ ചെലുത്താനായിരുന്നില്ല. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അങ്ങനെ ആയിരുന്നില്ല. ഈ മഹാരാജ്യത്തെ ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന കണക്കുകൂട്ടലുകളായിരുന്നു അത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യ ധനമന്ത്രി R.K. ഷൺമുഖം ചെട്ടിയാരായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു അത്. 1947 നവംബർ 26-നാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റും ഈ വർഷത്തേതുപോലെ തന്നെ ഒരു ഇടക്കാല ബജറ്റായിരുന്നു. 1947 ഓഗസ്റ്റ് 15 മുതൽ മാർച്ച് 31 വരെയുള്ള 7.5 മാസ കാലത്തേക്കുള്ള ബജറ്റാണ് അന്ന് അവതരിപ്പിച്ചത്. ഇന്നത്തെ പോലെ രാവിലെ ആയിരുന്നില്ല അന്നത്തെ ബജറ്റ് അവതരണം. ഇന്ത്യയുടെ ആദ്യ ബജറ്റ് വൈകിട്ട് 5 മണിക്കാണ് ചെട്ടി അവതരിപ്പിച്ചത്. ബ്രിട്ടനിൽ അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്. ബജറ്റിലെ കാര്യങ്ങൾ ബ്രിട്ടനിലെ അധികൃതരും അപ്പോൾ തന്നെ അറിയണമെന്ന് അന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ആഗ്രഹിച്ചതിനാലായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. കറുത്ത നിറമുള്ള 3 പീസ് സ്യൂട്ട് ധരിച്ച് അലങ്കരിച്ച ലെതർ ബാഗും കയ്യിൽ പിടിച്ചാണ് ഷൺമുഖം ചെട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയത്. ലെതർ ബ്രീഫ് കേസ് എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ ബഗേറ്റ് എന്ന വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം തന്നെ. ഇതിൻ്റെ സൂചന എന്നോണമായിരുന്നു അന്ന് അദ്ദേഹം ലെതർ ബാഗുമായി വന്നത്. ഇന്ത്യയുടെ ആദ്യ ബജറ്റിൽ രാജ്യത്തിൻ്റെ ധനക്കമ്മി 26.24 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. അതിനുശേഷം നിരവധി പേർ ഇന്ത്യയിൽ ബജറ്റുകൾ അവതരിപ്പിച്ചു. എല്ലാം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ചെട്ടിക്ക് ശേഷം ധനമന്ത്രിയായത് ജോൺ മത്തായി ആയിരുന്നു. ഇദ്ദേഹം ബജറ്റ് മുഴുവൻ വായിക്കുന്നതിന് പകരം നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന രേഖ MP-മാർക്കിടയിൽ വിതരണം ചെയ്യുകയായിരുന്നു. സുപ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ജോൺ മത്തായി പാർലമെൻറ്റിൽ വായിച്ചിരുന്നത്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതും പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കുന്നതുമായ പ്രഖ്യാപനം വന്നതും ഈ ബജറ്റിലാണ്. തൊട്ടു പിന്നാലെ ബജറ്റ് അവതരിപ്പിച്ച CD ദേശ്മുഖാണ് പദ്ധതികൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ ഉയർന്ന നികുതി ചുമത്തുന്ന കാര്യം പ്രഖ്യാപിച്ചത്. സാമ്പത്തിക നികുതി, ചെലവ് നികുതി എന്നിവ നടപ്പാക്കിയത് 1957-ൽ ബജറ്റ് അവതരിപ്പിച്ച TD കൃഷ്ണമാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റുകൾ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നുവെങ്കിൽ പിന്നീട് വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്ന ബജറ്റിലേക്ക് വഴിമാറി. മൊറാർജി ദേശായി ധനമന്ത്രിയായിരുന്ന കാലത്താണ് ബജറ്റ് അവതരണങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ധനമന്ത്രി പദവി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1969-ൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചത് കോൺഗ്രസിൽ വൻ വിവാദമാകുകയും ധനമന്ത്രി മൊറാർജി ദേശായി രാജിവെക്കുകയും ചെയ്തു. തുടർന്നാണ് ധനവകുപ്പ് ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തതും ബജറ്റ് അവതരിപ്പിച്ചതും. ധനമന്ത്രിയായ ആദ്യ വനിത എന്ന ബഹുമതിയും ഇന്ദിരാഗാന്ധിക്കാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി മൊറാർജി ദേശായിയാണ്. ആകെ 10 ബജറ്റുകൾ ആണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇത്തവണത്തെ ബജറ്റ് അവതരണത്തോടെ നിർമ്മല സീതാരാമനും മൊറാർജി ദേശായിക്കൊപ്പം ഒരു റെക്കോർഡിന് അർഹയായിരിക്കുകയാണ്. തുടർച്ചയായി 6 തവണ ബജറ്റ് അവതരിപ്പിച്ചവർ എന്ന വിശേഷണമാണ് ഇനി ഇരുവരും പങ്കിടുക. പ്രധാനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് രാജീവ് ഗാന്ധി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വപ്ന ബജറ്റ് എന്ന് വിളിക്കാവുന്ന 1997-98 സാമ്പത്തിക വർഷം അവതരിപ്പിച്ച ബജറ്റാണത്. അന്ന് ധനമന്ത്രി P. ചിദംബരമായിരുന്നു. വരുമാന നികുതിയും കോർപ്പറേറ്റ് നികുതിയും എല്ലാം കുറച്ചതാണ് ഈ വിശേഷണം വരാൻ കാരണം. ആദ്യം റെയിൽവേ ബജറ്റ്.
തൊട്ടടുത്ത ദിവസം കേന്ദ്ര ബജറ്റ് എന്നതായിരുന്നു പഴയ രീതി. 2016 ഇതിന് മോദി സർക്കാർ മാറ്റം വരുത്തി. 2 ബജറ്റുകളും ഒരുമിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങി. 92 വർഷത്തെ ബജറ്റ് ചരിത്രത്തിൽ ആദ്യമായി 2016 ഈ മാറ്റം സംഭവിച്ചത്. ഫെബ്രുവരിയിലെ അവസാന ദിനം ബജറ്റ് അവതരണം എന്നതായിരുന്നു പഴയ രീതി. 2017 ഫെബ്രുവരി 1 ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരിപ്പിച്ച് ആ രീതിയും മാറ്റി. ഇന്ത്യയിൽ ഇതുവരെ 77 സാധാരണ ബജറ്റുകളും 14 ഇടക്കാല ബജറ്റുകളുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ 92ാം ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്.